അൻപു ഉദയം. രാഷ്ട്രീയ മുന്നറിയിപ്പ്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാജ്യത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ അറിവ് മാത്രമാണ് അയാളെയും കുടുംബത്തെയും രാജ്യത്തെയും വികസനത്തിന്റെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏക മാർഗം. അൻപു ഉദയം ഒരു രാഷ്ട്രീയ വിശുദ്ധ ഗ്രന്ഥമാണ്. വിഭാഗം: ആമുഖം. അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. ഞാൻ നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയ്ക്കും എന്റെ 147 കോടി സഹപൗരന്മാർക്കും സമർപ്പിക്കുന്നു. സെംബൂസെ എം. സുഭാഷ് ബാബു, പ്രസിഡന്റ്, അൻപു ഉദയം പാർട്ടി. അൻപു ഉദയം പാർട്ടി. എം. സുഭാഷ് ബാബു, BA, BL, ML, സ്ഥാപക പ്രസിഡന്റ്. എസ്. മോഹൻ, BSc, ജനറൽ സെക്രട്ടറി. കത്തിന്റെ തീയതി 2025 ഓഗസ്റ്റ് 15. അയച്ചയാൾ എം. സുഭാഷ് ബാബു, പ്രസിഡന്റ്. അൻപു ഉദയം പാർട്ടി 12/11, സുഭാഷ് ഇല്ലം, തേനി, ഗൂഡലൂർ 625518. സ്വീകർത്താവ് സെക്രട്ടറി, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിർവചൻ സദൻ, അശോക റോഡ്, ന്യൂഡൽഹി 110-001. അർച്ചന പട്നായിക്, ചീഫ് ഇലക്ടറൽ ഓഫീസറും സർക്കാർ സെക്രട്ടറിയും, തമിഴ്നാട് സെക്രട്ടേറിയറ്റ്, ഫോർട്ട് സെന്റ് ജോർജ്, ചെന്നൈ 6,09,000. സർ മാഡം. വിഷയം: തിരഞ്ഞെടുപ്പുകൾ രജിസ്റ്റർ ചെയ്ത അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് RUPPS അയച്ച വിജ്ഞാപനം സംബന്ധിച്ച വിശദാംശങ്ങൾ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. റഫറൻസ്: 1. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ന്യൂഡൽഹി, കത്ത് നമ്പർ 65/2025 PPS 3, തീയതി 2025 ഓഗസ്റ്റ് 11. 2. വിശദീകരണം തേടുന്ന നോട്ടീസ്. ജനറൽ ഇലക്ഷൻസ് 3 വകുപ്പ്. ചീഫ് ഇലക്ടറൽ ഓഫീസറും ഗവൺമെന്റ് സെക്രട്ടറിയും തമിഴ്നാട്ടിലെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് RUPPS അയച്ചത് 2025 ഓഗസ്റ്റ് 12, 2025 ഓഗസ്റ്റ് 12 തീയതികളിൽ. റഫറൻസ് നമ്പർ 6580/2025. മറുപടി. ചെയർമാൻ, അൻപു ഉദയം പാർട്ടി, ഗൂഡലൂർ, തീയതി 2025 ഓഗസ്റ്റ് 15. അൻപു ഉദയം പാർട്ടിയുടെ പേരിൽ അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ എം. സുഭാഷ് ബാബു, തമിഴ്നാട് സർക്കാരിന്റെ ജനറൽ ഇലക്ഷൻസ് വകുപ്പിൽ നിന്ന് ചീഫ് സെക്രട്ടേറിയറ്റിൽ നിന്ന് വിശദീകരണം തേടിയുള്ള ഒരു നോട്ടീസ് ലഭിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന വിശദാംശങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. വിശദീകരണം തേടുന്ന ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കുന്നതിനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അതിനു മുമ്പ് എന്റെ മുൻകാല രാഷ്ട്രീയ യാത്രയുടെ ചില വിശദാംശങ്ങൾ ഔദ്യോഗികമായും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരു വിശദീകരണമായും വർത്തിക്കും. എന്റെ രാഷ്ട്രീയ യാത്രയിൽ ഞാൻ ആദ്യം 2009-ലെ കമ്പം നിയമസഭാ മണ്ഡല ഉപതിരഞ്ഞെടുപ്പിലും പിന്നീട് 2011-ലെ തമിഴ്നാട് നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പിലും ത്യാഗരായ നഗർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മൈലാപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അൻപു ഉദയം പീപ്പിൾസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ വ്യക്തിത്വമായ അൻപു ഉദയത്തിൽ മത്സരിച്ചു. അതിനുശേഷം 2013 മാർച്ച് 13-ന് അൻപു ഉദയം പാർട്ടി ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷനായി ആവശ്യമായ രേഖകളും ഫയലുകളും സഹിതം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകി. അവ കൃത്യമായി ഭരണപരമായി പരിശോധിച്ചു. 2013 സെപ്റ്റംബർ 18-ന് നടന്ന ഹിയറിംഗ് ദിനത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ഹാജരായി. ചർച്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ രജിസ്ട്രേഷൻ 2013 ഒക്ടോബർ 19 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രസ്താവിക്കുന്ന ഒരു ഉത്തരവ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. അതിനുശേഷം 2015-ലെ ഡോക്ടർ രാധാകൃഷ്ണൻ നഗർ RK നഗർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പിലും 2016-ലെ തമിഴ്നാട് നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പാർട്ടിയായ അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ ഐഡന്റിറ്റിയിൽ അൻപു ഉദയം പാർട്ടി സ്ഥാനാർത്ഥികളായി ഡോക്ടർ
രാധാകൃഷ്ണൻ നഗർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തിരുവാരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഞങ്ങൾ മത്സരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായും അൻപു ഉദയം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായും ഞങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോഴെല്ലാം ആവശ്യമായ രേഖകൾ സഹിതം അതത് മണ്ഡലങ്ങളിലെ ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഞങ്ങൾ നാമനിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ നാമനിർദ്ദേശങ്ങൾ യഥാവിധി പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴെല്ലാം അവർ ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഞങ്ങളുടെ പാർട്ടിയുടെ പേരും ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പേരുകളും സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഫയലുകളിൽ ഞങ്ങളുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥികളെയും കുറിച്ചുള്ള ഒരു വിവരവും അവർ ശരിയായി കൈകാര്യം ചെയ്തില്ല. കൂടാതെ ഓഫീസ് ഫയലുകളിൽ ഞങ്ങളെക്കുറിച്ച് തെറ്റായ എൻട്രികളും നൽകി. ഞങ്ങളുടെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയായും പാർട്ടിയായും ഞങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോഴെല്ലാം അതത് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥർ ഞങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും ഓഫീസ് ഫയലുകളിൽ ഭരണപരമായി കൃത്യമായി രേഖപ്പെടുത്തുകയോ ശരിയായി പ്രസിദ്ധീകരിക്കുകയോ ചെയ്തില്ല. ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത്, ഇനി എന്ത്, നമുക്ക് അത് ശരിയാക്കാം, ഭരണപരമായി നിങ്ങൾ ചെയ്ത ഈ തെറ്റ് നിങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനാകുന്നു, സംസാരിക്കുന്നില്ല. പത്രങ്ങളെയും ടെലിവിഷൻ ചാനലുകളെയും അദ്ദേഹം അതിനെക്കുറിച്ച് ശരിയായി അറിയിക്കുന്നില്ല. ഔദ്യോഗിക തലത്തിൽ ചുമതലയുള്ളവരിൽ നിന്ന് എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള നിരവധി ഭരണപരമായ നാണക്കേടുകൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. സർക്കാർ ഘടനയ്ക്കുള്ളിൽ വകുപ്പുതല സ്ഥാനങ്ങൾ വഹിക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെ അനുചിതമായ ഭരണപരവും ഔദ്യോഗികവുമായ നടപടികൾ മൂലമാണ്, സർക്കാർ ഘടനയിലെ അത്തരം പിശകുകൾ മൂലമാണ് അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെയും തിരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തെയും അതിന്റെ സംയോജിത ജനാധിപത്യ പങ്കാളിത്തത്തോടൊപ്പം ബാധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷവും ആ പ്രത്യേക മണ്ഡലത്തിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പ് അധികാരികൾ ഞങ്ങളെ പ്രഖ്യാപിച്ചതിനു ശേഷവും ഞങ്ങൾ പോരാടി. ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിന് അനുമതി നേടി അതിൽ ഉച്ചഭാഷിണി സ്ഥാപിക്കാൻ അധികാരികളിൽ നിന്ന് അനുമതി ഭാഗങ്ങളിലേക്കും പോയി ജനങ്ങളെ കണ്ടു. വാഹന പ്രചാരണങ്ങൾ നടത്തി, വോട്ട് ശേഖരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, വോട്ടർമാരിൽ നിന്ന് പിന്തുണ തേടി. ഈ രീതിയിൽ തിരഞ്ഞെടുപ്പ് കാലയളവിലുടനീളം ഓരോ മണ്ഡലത്തിലെയും തിരഞ്ഞെടുപ്പ് ഫീൽഡിൽ 60-ലധികം മീറ്റിംഗുകളിൽ പ്രചാരണങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് ഫീൽഡിലെ ജനങ്ങളുടെ, വോട്ടർമാരുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു പത്രവും പത്രപ്രവർത്തകർ, ടെലിവിഷൻ പ്രക്ഷേപണ ചാനലുകൾ, റേഡിയോ പ്രക്ഷേപണ ചാനലുകൾ അൻപു ഉദയം പാർട്ടിയെക്കുറിച്ചുള്ള ഒരു വാർത്തയും അതിന്റെ ജനാധിപത്യ റിപ്പബ്ലിക്കിലെ പൗരന്മാർക്കും ബന്ധപ്പെട്ട മണ്ഡലത്തിലെ വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും ശരിയായ ജനാധിപത്യ രീതിയിൽ എത്തിച്ചില്ല. ജനങ്ങൾക്കുവേണ്ടി ഞങ്ങൾ പൊതുയോഗങ്ങളും പ്രതിഷേധങ്ങളും നടത്തുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് സ്ഥാനങ്ങൾ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകിയിരുന്നെങ്കിലും അവർ അവരുടെ മാധ്യമങ്ങളിൽ പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ ചാനലുകൾ വരിക്കാർക്ക് പോലും ഒരു വാർത്തയും പൂർണ്ണമായും കൃത്യമായും എത്തിച്ചില്ല. ഞങ്ങളുടെ അൻപു ഉദയം പാർട്ടി ചെന്നൈ പ്രസ് ക്ലബ്ബിൽ 5 പത്രസമ്മേളനങ്ങൾ നടത്തി. പങ്കെടുക്കുന്ന പത്രങ്ങളുടെ മാധ്യമ സംഘടനകൾ, പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, മാധ്യമ റിപ്പോർട്ടർമാരും വീഡിയോഗ്രാഫർമാരും വാർത്തകൾ ശേഖരിക്കുകയും വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അൻപു ഉദയം 2 പാർട്ടികളെയും ദ്രാവിഡ മുന്നേറ്റ കഴകം DMK പാർട്ടി എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അറിഞ്ഞതിനുശേഷം സർക്കാരിലും ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമായിരിക്കാവുന്ന അൻപു ഉദയം പാർട്ടിയുടെ ഒരു വാർത്തയും മാധ്യമങ്ങൾ, പത്രങ്ങൾ അവരുടെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചില്ല. ഈ രീതിയിൽ ജനാധിപത്യത്തിന്റെ 4ാമത്തെ സ്തംഭമായ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും ഏകപക്ഷീയമായി പ്രവർത്തിച്ചു, പത്രപ്രവർത്തന ധാർമ്മികത പാലിച്ചില്ല. അൻപു ഉദയം പാർട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങൾ,
ടെലിവിഷൻ ചാനലുകൾ, മാധ്യമങ്ങൾ അവഗണിക്കുകയും ബാധിക്കുകയും ചെയ്തു. അതുപോലെ ഇന്ത്യയിൽ ഒരേ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ മുന്നണി പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി BJPയും പാർട്ടിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതേസമയം സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരേ തിരഞ്ഞെടുപ്പ് കാലയളവിൽ സർക്കാരിൽ ഉണ്ടാകാൻ കഴിയുന്ന രണ്ട് പാർട്ടികളുണ്ട്. അതായത് 1. സർക്കാർ നടത്താൻ കഴിയുന്ന ഭരണകക്ഷി. 2. ആ സർക്കാരിൽ പങ്കെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടി. ഈ രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം എന്നിവ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ സഖ്യകക്ഷികളിൽ 1. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത പാർട്ടികൾ ഈ രണ്ട് പ്രമുഖ പാർട്ടികളിൽ ഒന്നുമായി രാഷ്ട്രീയ സഖ്യത്തിലും തിരഞ്ഞെടുപ്പ് സഖ്യത്തിലുമുള്ള പാർട്ടികൾ. 2. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തതും എന്നാൽ അംഗീകരിക്കാത്തതുമായ പാർട്ടികൾ രാഷ്ട്രീയ സഖ്യത്തിലും ഈ രണ്ട് പ്രമുഖ പാർട്ടികളിൽ ഒന്നുമായി തിരഞ്ഞെടുപ്പ് സഖ്യത്തിലുമുള്ള പാർട്ടികൾ. 3. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് അംഗീകരിച്ച പാർട്ടികൾ ഈ രണ്ട് പ്രമുഖ പാർട്ടികളിൽ ഒന്നുമായി പരോക്ഷ രാഷ്ട്രീയ സഖ്യം മാത്രം ഉപയോഗിച്ച് സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. 4. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തതും എന്നാൽ അംഗീകരിക്കാത്തതുമായ പാർട്ടികൾ ഈ രണ്ട് പ്രമുഖ പാർട്ടികളിൽ ഒന്നുമായി പരോക്ഷ രാഷ്ട്രീയ സഖ്യം മാത്രം ഉപയോഗിച്ച് സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഇവയ്ക്കെല്ലാം വർഷത്തിൽ 365 ദിവസവും രാജ്യത്ത് രാഷ്ട്രീയം നടത്താനും തിരഞ്ഞെടുപ്പ് കാലയളവിലുടനീളം സ്വതന്ത്രമായി പ്രവർത്തിക്കാനും പാർട്ടി കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ സംഭാവനകളും സാമ്പത്തിക വിഭവങ്ങളും ശേഖരിക്കാനും അധികാരത്തിലിരിക്കുമ്പോൾ ഈ പാർട്ടികളെ സാമ്പത്തികമായി സ്ഥിരതയോടെ നിലനിർത്താനും സുരക്ഷിതമായി രാഷ്ട്രീയം നടത്താനും തിരഞ്ഞെടുപ്പുകളെ നേരിടാനും 24 മണിക്കൂറും ജനങ്ങളിലേക്ക് അവരുടെ സന്ദേശങ്ങൾ എത്തിക്കാനും അവസരമുണ്ട്. ഇവയെല്ലാം മാധ്യമങ്ങളാണ്. പത്രങ്ങൾ, മാസികകൾ, ടെലിവിഷൻ ചാനലുകൾ മുതലായവ. ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഈ രണ്ട് ദേശീയ പാർട്ടികളുടെയും സംസ്ഥാന പാർട്ടികളുടെയും സഖ്യത്തിൽ ഉൾപ്പെടാത്ത അൻപു ഉദയം പാർട്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3ാം നേതൃത്വ മുന്നണി പാർട്ടിയാണ്. ദേശീയ, സംസ്ഥാന തലങ്ങളിലുള്ള ഈ രണ്ട് മുന്നണി പാർട്ടികളും അൻപു ഉദയം പാർട്ടിക്ക് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ പ്രവേശിക്കാനും നേരിട്ട് ജനാധിപത്യ സംഭാവനകൾ നൽകാനുമുള്ള അവസരങ്ങളുടെ 0.0001% പോലും നൽകിയിട്ടില്ല. അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ സ്ഥിരത അറിഞ്ഞിട്ടും അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളുടെ സ്ഥിരതയെക്കുറിച്ച് കേട്ടിട്ടും മാധ്യമങ്ങൾ ഒരിക്കൽ പോലും ഈ വാർത്ത ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ കൃത്യമായി അറിയിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമ വാർത്താ റിപ്പോർട്ടുകളുടെ പ്രാരംഭഘട്ടത്തിൽ മാധ്യമങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര്, ഞങ്ങളുടെ പാർട്ടിയുടെ പേര്, പാർട്ടി സ്ഥാനാർത്ഥി എന്നിവ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെറ്റായി ചിത്രീകരിച്ച് അവരുടെ മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് അത്തരം തെറ്റായ വാർത്തകൾ അവരുടെ വരിക്കാർക്ക് നൽകി. അൻപു ഉദയം പാർട്ടിയെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ മറ്റേതെങ്കിലും മാധ്യമങ്ങൾക്ക് ഇത്രയും ജനാധിപത്യ വഞ്ചന ഉണ്ടാകുമോ? മാധ്യമങ്ങൾ, പത്ര, ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ ചാനലുകൾ ഇങ്ങനെ പെരുമാറുന്നതിന്റെ ഒരേയൊരു കാരണം അതാത് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴെല്ലാം തിരഞ്ഞെടുപ്പ് അധികാരികൾ ഞങ്ങളുടെ അൻപു ഉദയം പാർട്ടിയുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട വോട്ടർമാരുടെ സ്ഥാനത്ത് പൗരന്മാർക്ക് തെറ്റായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതാണ്. സർക്കാർ ഘടനയ്ക്കുള്ളിലെ ഭരണപരവും ഔദ്യോഗികവുമായ സ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ ജനാധിപത്യപരമായി ശരിയായ സമീപനങ്ങളും നടപടികളും സ്വീകരിക്കാത്തപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണത്തിൽ ഇത്തരം നിയമവിരുദ്ധവും ക്രമരഹിതവുമായ നടപടികൾ നടക്കുന്നത് സാധാരണമാണ്. അതിനാൽ അൻപു ഉദയം പാർട്ടി ഇതെല്ലാം സഹിക്കുകയും ഇപ്പോഴും കഷ്ടപ്പെടുകയും ചെയ്യുന്നു. അൻപു ഉദയം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അവർ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തമാണ്. 4 തിരഞ്ഞെടുപ്പുകളിൽ 6 മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിച്ചു. 350-ലധികം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ അഭിസംബോധന ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പൊതുയോഗങ്ങളും പ്രതിഷേധങ്ങളും ഞങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട്.
ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിലവിലെ രാഷ്ട്രീയ മേഖലയെയും തിരഞ്ഞെടുപ്പ് മേഖലയെയും കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പൗരന്മാരെ രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ, തിരഞ്ഞെടുപ്പ് പ്രചാരണ വാർത്തകളെക്കുറിച്ച് മാധ്യമങ്ങൾ ശരിയായി അറിയിക്കുന്നില്ല. വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിലൂടെ തിരഞ്ഞെടുപ്പിൽ അവരുടെ ജനാധിപത്യ കടമ ശരിയായി നിർവഹിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് മേഖലയിലെ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും മാധ്യമ റിപ്പോർട്ടുകൾ വഴി വോട്ടർമാരെ ശരിയായി അറിയിക്കുന്നില്ല. കേന്ദ്ര പാർലമെന്റിലോ സംസ്ഥാന നിയമസഭയിലോ ഉള്ള രണ്ട് പാർട്ടികളിൽ ഒന്നിനെതിരെ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി പെരുമാറുന്നു. കൂടാതെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വാർത്തകളെക്കുറിച്ച് വോട്ടർമാരെ പൂർണ്ണമായി അറിയിക്കുന്നില്ല, അത് പ്രസിദ്ധീകരിക്കുന്നില്ല. കൂടാതെ പൗരന്മാർ എന്ന നിലയിൽ അവരുടെ ജനാധിപത്യ കടമ സ്വതന്ത്രമായി നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു പാർട്ടിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ രാഷ്ട്രീയ, തിരഞ്ഞെടുപ്പ് വാർത്തകളെക്കുറിച്ച് വോട്ടർമാരെ പൂർണ്ണമായി അറിയിക്കുന്നില്ല, അത് പ്രസിദ്ധീകരിക്കുന്നില്ല. കൂടാതെ അവരുടെ ജനാധിപത്യ കടമയ്ക്ക് അനുസൃതമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് അവരുടെ പ്രതിനിധിയെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വോട്ടർമാരെ തടയുന്നു. രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും മറ്റ് സമകാലിക സംഭവങ്ങളെക്കുറിച്ചും വായനക്കാരെയും കാഴ്ചക്കാരെയും ശരിയായി അറിയിക്കാതെ മാധ്യമങ്ങൾ അവരെ മറക്കുകയും ചെയ്യുന്നു. കൂടാതെ പൗരന്മാർ അവരുടെ ജനാധിപത്യ കടമകൾ രാഷ്ട്രീയമായി നിറവേറ്റുന്നതിൽ നിന്ന് തടയുന്നു. മാധ്യമങ്ങൾ അവരുടെ പാർട്ടിയുടെ വാർത്തകൾ മാത്രമേ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. വായനക്കാരിലൂടെയും കാഴ്ചക്കാരിലൂടെയും സഹപൗരന്മാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. കൂടാതെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വാർത്തകളൊന്നും മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നില്ല, അത് അവരുടെ വായനക്കാരിലൂടെയും കാഴ്ചക്കാരിലൂടെയും പൗരന്മാരിലേക്ക് എത്തിക്കുന്നു. അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ വാർത്തകൾ മറച്ചുവെക്കുകയും മറക്കുകയും ചെയ്യുന്ന ഈ മാധ്യമങ്ങളുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളെ അപലപിക്കുന്നതിനായി മാധ്യമങ്ങൾ വിശദീകരണം നൽകുന്നതുവരെ അൻപു ഉദയം പാർട്ടിയുടെ പേരിൽ 2015 ജനുവരി 21 ഒരു നിരാഹാര സമരം തുടരുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾക്കായി അത് പ്രദർശിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് പ്രത്യേക സർക്കുലറുകൾ അയക്കുകയും ചെയ്തു. അൻപു ഉദയം പാർട്ടിയുടെ പേരിൽ ഞങ്ങൾ നേരിട്ട് പോലീസിനെ പ്രതിഷേധത്തെക്കുറിച്ച് അറിയിക്കുകയും ആ ദിവസം നിരാഹാര സമരം, പട്ടിണി സമരം നടത്തുകയും ചെയ്തപ്പോൾ പോലീസ് ഞങ്ങളുടെ പ്രതിഷേധം തടയുകയും ആ ദിവസം വാർത്തകൾ ശേഖരിക്കാൻ വന്ന ചില പത്രപ്രവർത്തകരെ തടഞ്ഞ് തിരിച്ചേക്കുകയും ചെയ്തു. ആ ദിവസം പോലീസ് ഞങ്ങളെ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അവിടെ നിന്ന് മാറ്റി. അത്തരമൊരു സാഹചര്യത്തിൽ ഭരണത്തിന്റെ എല്ലാ വശങ്ങളിലും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻപു ഉദയം പാർട്ടിക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇത് പാർട്ടി തലത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നതിന് സ്ഥാനാർത്ഥികൾക്ക് ഒരു പിന്തുണയായിരിക്കും എന്ന ഏക ഉദ്ദേശ്യത്തോടെയാണ് അൻപു ഉദയം പാർട്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രീതി പിന്തുടർന്നില്ല. 2016 തമിഴ്നാട് നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം 2016 മെയ് 25 തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീമതി ജയലളിതയ്ക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു, അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയം ഞാൻ തമിഴ്നാട് ഭരണകക്ഷി സർക്കാരിന് കൈമാറുകയാണെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും ശ്രീയും കരുണാനിധിയും തമിഴ്നാട്ടിൽ ചെയ്യുന്നത് ഒരു ഭരണകക്ഷി എന്ന നിലയിലുള്ള ഒരു സർക്കാരല്ല. നിങ്ങളും ശ്രീയും കരുണാനിധിയും ജനാധിപത്യത്തിന്റെ മറവിൽ പാർട്ടി തലത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. നിങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് രാഷ്ട്രീയമല്ല, അടിച്ചമർത്തലാണെന്ന് ഞാൻ മേഖലയിലും ഭരണത്തിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം കാരണം ഭരണകക്ഷി ഓരോ ഘട്ടത്തിലും സർക്കാരിന്റെ ശക്തമായ ഘടനയും ഭരണഘടനയും രാഷ്ട്രീയ സ്ഥിരതയും നശിപ്പിച്ചു. അൻപു ഉദയം ഇത് കേന്ദ്ര സർക്കാരിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും കൊണ്ടുപോയി. അതിനുശേഷം ഒരു നിശ്ചിത കാലയളവിൽ ഞാൻ അൻപു ഉദയം പാർട്ടി രൂപീകരിച്ചു. രാജ്യത്ത് നിഷ്പക്ഷമായ നിയമവ്യവസ്ഥ പൂർണ്ണമായും നടപ്പിലാക്കിയാൽ മാത്രമേ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ കഴിയൂ
എന്ന അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനമാക്കി. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചെറുമകനായതിനാൽ നമ്മുടെ ദേശസ്നേഹം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നതാണ് ഏക രാഷ്ട്രീയ പരിഹാരം എന്നതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി എല്ലാ ഘട്ടങ്ങളിലും അൻപു ഉദയം പാർട്ടിയുടെ പേരിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തു. എന്നിട്ടും പാർലമെന്റ് തലത്തിൽ നിന്നും നിയമനിർമ്മാണ ഭരണത്തിൽ നിന്നും ഓരോ മണ്ഡലത്തിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെയും പാർട്ടിയെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത സർക്കാരിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനാധിപത്യ പ്രവർത്തനങ്ങളാണെങ്കിലും സർക്കാരിന്റെ ഭരണതല ഉദ്യോഗസ്ഥരും അത് നിർദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. അൻപു ഉദയം പാർട്ടിയുടെ പേരിൽ ഘടനയിലെ ഈ അനുചിതമായ ജനാധിപത്യ കോഡ് ഞാൻ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ഇത് സർക്കാർ ഭരണതലത്തിലേക്ക് കൊണ്ടുപോയി ഇതിനെതിരെ പോരാടിയപ്പോഴെല്ലാം ഞങ്ങൾ അത് ഔദ്യോഗികമായി സർക്കാരിനെ രേഖാമൂലവും ഭരണപരമായും അറിയിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തമിഴ്നാട് റിപ്പബ്ലിക്കിലെ രാഷ്ട്രീയം, ഭരണം, പോലീസ് എന്നിവ നിയന്ത്രിക്കുന്നതിനായി ഭരണകക്ഷിയിൽ നടക്കുന്ന അധികാര പോരാട്ടത്തിന്റെ മൂർധന്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രധാന പാർട്ടികളുടെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉള്ളപ്പോൾ അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയത്തെ ഒരേ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും തിരഞ്ഞെടുപ്പ് സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലും പിന്തുണയ്ക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ഭരണകൂടവും പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകക്ഷിയോടുള്ള വിശ്വസ്തത പ്രതിജ്ഞയെടുത്തു. ഞങ്ങൾ സർക്കാർ ഭരണത്തിൽ പ്രവർത്തിക്കുന്നു, സർക്കാരിനോട് വിശ്വസ്തത കാണിക്കണം, ഭരണകക്ഷിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും വകുപ്പുതല ജോലിയിൽ ഞാൻ എന്റെ കടമ നിർവഹിക്കും. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അൻപു ഉദയം പാർട്ടിയുടെ സ്ഥാപകനും നേതാവും എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ അൻപു ഉദയം പാർട്ടിയെ തിരിച്ചറിയാൻ ദൃഢനിശ്ചയമില്ലാത്ത ഈ തലത്തിലുള്ള ഭരണത്തിനെതിരെയാണ് ഞാൻ പോരാടുന്നത്. ഉദ്യോഗസ്ഥരിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. വിശ്വാസം നഷ്ടപ്പെട്ട ഞാൻ ഇപ്പോൾ അൻപു ഉദയം പാർട്ടിയെ അതിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. സംസ്ഥാന ഭരണത്തിൽ അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ യാത്രയുടെ ഓരോ കാലഘട്ടത്തിലും ഭരണം ഓരോ ഘട്ടത്തിലും ശരിയായി നടത്തേണ്ടയിടത്ത് സർക്കാരിൽ നിന്നുള്ള പ്രതീക്ഷയിൽ നിരാശയുണ്ട്. ഗവൺമെന്റിനെ നയിക്കാൻ കഴിയുന്ന ഭരണകക്ഷിയുടെ മാനസികാവസ്ഥയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സർക്കാരിന്റെ ഭരണപരമായ നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളും നോക്കുമ്പോൾ ഭരണവകുപ്പ് ഈ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്ന ഔദ്യോഗിക തലത്തിൽ മാറ്റം വരുന്നതുവരെ ഈ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അൻപു ഉദയം പാർട്ടിയുടെ പൊതുസ്വഭാവം സാക്ഷാത്കരിക്കാൻ ജനാധിപത്യപരമായി ഉചിതമായ ഒരു സാധ്യതയും ഇനിയില്ല. ഭരണതലത്തിൽ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ, അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ ആവശ്യം എന്നിവ കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും ഭരണകൂടം, പോലീസ്, ജുഡീഷ്യറി എന്നിവ ആവശ്യപ്പെടുമ്പോൾ അൻപു ഉദയം പാർട്ടി അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനം പുനരാരംഭിക്കും, അത് അതിന്റെ പുനഃസംഘടന നടത്തും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതാണ് എന്റെ രാഷ്ട്രീയ നിലപാട്. അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയത്തെ എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും പാർട്ടി വ്യത്യാസമില്ലാതെ അധികാരികൾ അംഗീകരിച്ചിട്ടും പൊതുജനങ്ങൾ പിന്തുണച്ചും സ്വാഗതം ചെയ്തിട്ടും കഴിഞ്ഞ 9 വർഷമായി ഭരണകക്ഷികൾ ഒരു സഹരാഷ്ട്രീയ പാർട്ടിയായും ഭരണകക്ഷിയായും സർക്കാരിനെ തങ്ങളുടെ കൈകളിൽ നിലനിർത്തുന്നതിനായി അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയത്തെ തളർത്തുകയും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയിൽ രാഷ്ട്രീയം ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം രാഷ്ട്രീയ അരാജകത്വമാണ് എന്ന് രാഷ്ട്രീയ പാർട്ടിയായ അൻപു ഉദയം പാർട്ടിക്ക് വേണ്ടി ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള കടമയിൽ നിന്ന് അൻപു ഉദയം പാർട്ടി പിന്മാറാതിരിക്കാനും ഭരണകക്ഷികളുടെ കൂടുതൽ അധപതനത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കാനും വേണ്ടി അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയം ഞാൻ ഈ സർക്കാരിന് കൈമാറുന്നു. ഖേദത്തോടെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു. ഞാൻ എന്റെ 9 പേജുള്ള കത്ത് അവസാനിപ്പിച്ചു. തുടർന്ന് 2016 മെയ് 27 അൻപു ഉദയം പാർട്ടിയുടെ പേരിൽ ബഹുമാനപ്പെട്ട ശ്രീ എം. കരുണാനിധിക്ക് എഴുതിയ ഒരു കത്തിൽ
അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയം ഞാൻ തമിഴ്നാട് ഭരണകക്ഷിക്ക് കൈമാറിയതായി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അൻപു ഉദയം ആദ്യമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ 2008 നിങ്ങൾ ഭരണകക്ഷിയായി അധികാരത്തിലിരുന്നതിനു ശേഷം അൻപു ഉദയം പാർട്ടിക്കെതിരെ ഞങ്ങൾ ആരംഭിച്ച ഭരണപരമായ അടിച്ചമർത്തൽ ഇതുവരെ ശമിച്ചിട്ടില്ല. ഇന്ന് ശ്രീമതി ജയലളിത അൻപു ഉദയം പാർട്ടിക്കെതിരെയും അത് ആരംഭിച്ചു. അൻപു ഉദയം പാർട്ടിക്ക് ഇനി തമിഴ്നാട്ടിൽ രാഷ്ട്രീയം ചെയ്യാൻ കഴിയില്ല. നിങ്ങളും ശ്രീമതി ജയലളിതയും ഇവിടെ ചെയ്യുന്നത് രാഷ്ട്രീയമല്ല. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് അധികാരത്തിൽ സുരക്ഷിതരായിരിക്കെ നിങ്ങളും രണ്ടുപേരും അൻപു ഉദയം പാർട്ടിക്കെതിരെ ഭരണപരമായ അടിച്ചമർത്തൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സഖ്യകക്ഷികൾ കേന്ദ്ര ഭരണകക്ഷികളും എല്ലാ ഘട്ടത്തിലും എല്ലാ വിധത്തിലും നിങ്ങളെ പിന്തുണയ്ക്കുന്നു. മാധ്യമങ്ങൾ, പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ ചാനലുകൾ എന്നിവയും ഇതിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നു. അതിനാൽ ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട എനിക്ക് നിങ്ങളുടെ അനുചിതമായ ഭരണപരമായ അടിച്ചമർത്തലിനെ ജനാധിപത്യപരമായി നേരിടാൻ കഴിയില്ല. സർക്കാർ ഘടനയ്ക്കുള്ളിൽ ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടിയും എന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരും സർക്കാരിൽ സുരക്ഷിതരാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾ ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ രണ്ടുപേരും സംയുക്തമായി ഞങ്ങൾക്കെതിരെ ഈ അനീതിയും അടിച്ചമർത്തലും നടത്തുന്നു. രാഷ്ട്രീയ പാർട്ടി തലത്തിലും തിരഞ്ഞെടുപ്പ് മേഖലയിലും നിങ്ങൾ ഇത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അൻപു ഉദയം രാഷ്ട്രീയത്തിന് ഒരു തികഞ്ഞ എതിരാളിയാകുമായിരുന്നു. ഒരു ദേശീയ കുടുംബത്തിൽ ജനിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചെറുമകനായ എനിക്ക് തോന്നുന്നു ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. നല്ല ഉദ്ദേശ്യത്തിനായി രൂപീകരിച്ച അൻപു ഉദയം പാർട്ടിയുടെ അവസ്ഥയിൽ ഞാൻ ഖേദിക്കുന്നു. എനിക്ക് ചവക്കാനും വിഴുങ്ങാനും കഴിയാത്ത ദിവസങ്ങൾ അൻപു ഉദയം പാർട്ടി ഞാൻ നടത്തിയിരുന്ന ദിവസങ്ങളായിരുന്നു. നമ്മുടെ സ്വന്തം പരിശ്രമത്തിലൂടെ നമ്മുടെ അന്തസ്സും ബഹുമാനവും സുരക്ഷയും എത്ര കാലം സുരക്ഷിതമായി നിലനിർത്താൻ കഴിയും? നമ്മളെ സംരക്ഷിക്കേണ്ട ഭരണകക്ഷിയായ സർക്കാർ നമ്മുടെ എതിരാളിയാണെങ്കിൽ എത്ര കാലം നമുക്ക് സ്വയം സുരക്ഷിതരായി തുടരാൻ കഴിയും? അൻപു ഉദയം പാർട്ടിക്കുവേണ്ടി പോലീസ്, ഭരണകൂടം, മാധ്യമങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ തലങ്ങളിലുമുള്ള സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ സാഹചര്യം കൊണ്ടുവന്നു. ഇന്ത്യൻ പാർലമെന്റിലും തമിഴ്നാട് നിയമസഭയിലും നിസ്സഹായാവസ്ഥയിലായ അൻപു ഉദയം പാർട്ടിയുടെ അവസ്ഥ ഉയർത്തിക്കാട്ടാനും അതിന് പരിഹാരം കണ്ടെത്താനും ഒരു പത്രമോ ടെലിവിഷനോ റേഡിയോ മാധ്യമങ്ങളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപ്രതിനിധികളോ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് എത്ര വലിയ ജനാധിപത്യ അപമാനമാണ്. ഈ സാഹചര്യത്തിൽ അൻപു ഉദയം പാർട്ടി അതിന്റെ ഉറച്ച തത്വങ്ങളോടെ സുരക്ഷിതമായും അന്തസ്സോടെയും സ്വയം നിലനിർത്തുന്നതിന്റെ ഏക കാരണം അൻപു ഉദയം പാർട്ടിയുടെ സത്യസന്ധമായ സമീപനം മാത്രമാണ്. അൻപു ഉദയം പാർട്ടി പരിഹാരം തേടി ഓരോ തവണയും സമീപിക്കുന്ന ഭരണകൂടം, പോലീസ്, മാധ്യമങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പാർട്ടികളും അൻപു ഉദയം പാർട്ടിയോട് കാണിക്കുന്ന സഹതാപം അൻപു ഉദയം പാർട്ടിയുടെ വിജയമാണ്. അവർ നിസ്സഹായാവസ്ഥയിലാണെന്നും ഒരു തീരുമാനവും എടുക്കാൻ കഴിയുന്നില്ലെന്നും അവർ തന്നെ സമ്മതിക്കുമ്പോൾ സ്വതന്ത്രമായി എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിലെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കാണെന്നത് അടിസ്ഥാനപരമല്ലേ? കേന്ദ്ര സർക്കാർ ഇത് എങ്ങനെ അനുവദിക്കുന്നു? ഇതിനെ എങ്ങനെ ഒരു തമാശയായി കാണുന്നു? ഇത് ക്രമസമാധാനവും ഭരണവും തകർക്കുന്ന പ്രവൃത്തിയില്ലേ? അത്തരം വ്യക്തികൾക്കും ജനപ്രതിനിധികൾക്കുമെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത വിധം സർക്കാർ നിസ്സഹായമാണെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്ത് സംഭവിക്കും? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്താണ്? ഭരണഘടനയുടെ ശക്തി ഇത്ര ദുർബലമാണോ? ഇന്ത്യയിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് അൻപു ഉദയം പാർട്ടി നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അൻപു ഉദയം പൗരന്മാരുടെ സ്വന്തം രാഷ്ട്രീയം.